നമ്മുടെ നാട്ടിൽ ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ? ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് സത്യം എന്ന്. അപ്പോൾ ഈ രാഷ്ട്രത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും മത്സരിക്കാം. കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത്. പാനലോ ഗ്രൂപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത്രയും പേര് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മത്സരിക്കുകയാണ്. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ ഉണ്ടാവില്ല. അപ്പോൾ ജഗദീഷ് ചേട്ടനും ശ്വേതാ മേനോനും രണ്ടുപേരും മത്സര രംഗത്തുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു മത്സരം പ്രസിഡന്റ് സ്ഥാനത്ത് അല്ല, ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ ലാലേട്ടൻ ലാസ്റ്റ് ജനറൽ ബോഡിയിൽ പറഞ്ഞൊരു കാര്യം എന്താണ്, ആര് വേണമെങ്കിലും മത്സരിക്കൂ, അങ്ങനെ സ്ത്രീ എന്നോ പുരുഷനെന്നോ അങ്ങനെ ബയസ്ഡ് ആവാതിരിക്കുക, എല്ലാവരും മത്സരിക്കുക, ആഗ്രഹമുള്ളവരൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പടി ഇറങ്ങിയത്. അതായത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിട്ടോ. അമ്മയിൽ ഇപ്പോഴും ലാലേട്ടനുണ്ട്. പണ്ടും ഇന്നസെൻ്റ് അങ്കിൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും